കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. ഇനി അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാഹ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അദൃശ്യ യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുകയും, അതാണ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, അദൃശ്യ യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുകയും വയുഖീമൂന സ്വലാത്ത, നിസ്കാരത്തെ അവർ നിലനിർത്തുകയും ചെയ്യുന്നവർ, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരുമാണ്. അള്ളാഹു തന്ന സമ്പത്തിൽ നിന്ന് അവർ ചെലവഴിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ആളുകളാണ് മുത്തഖീങ്ങൾ. എന്നാൽ യുഅ്മിനൂന ബിൽ ഗൈബ്, മറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യ ദൃഷ്ടികൾക്കതീതമായതും ആന്തര ദൃഷ്ടികൾ കൊണ്ട് മാത്രം കണ്ടെത്താവുന്നതുമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പ്രപഞ്ചനാഥനായ അല്ലാഹുവിൻ്റെ അസ്തിത്വം, മലക്കുകൾ, പ്രവാചകന്മാരുടെ ദൗത്യം, മരണാന്തര ജീവിതം, ഇവയൊക്കെ അദൃശ്യ യാഥാർത്ഥ്യങ്ങളിൽ പെടുന്നു. ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ദൂതന്മാർ ചൂണ്ടിക്കാണിച്ചു തരുമ്പോൾ അംഗീകരിക്കേണ്ടത് മനസാക്ഷിയുള്ളവരുടെ കർത്തവ്യമാണ്. നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല, നരകം കണ്ടിട്ടില്ല, ഖബറിൻ്റെ ഉള്ളിൽ ബർസഖിയ ജീവിതം നമ്മൾ കണ്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ മലക്കൾ നമ്മൾ കണ്ടിട്ടില്ല, ജിന്നുകളെ നമ്മൾ കണ്ടിട്ടില്ല. ഇങ്ങനെ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ കഴിയാത്ത കാര്യങ്ങളെ കൊണ്ട് വിശ്വസിക്കുക, അതാണ് ഗൈബ്. യുഅ്മിനൂന ബിൽ ഗൈബ്. ഇങ്ങനെ വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ, അവരാണ് മുത്തഖീങ്ങൾ. അതുപോലെ തന്നെ വയുഖീമൂന സ്വലാത്ത, നിസ്കാരം അവർ നിലനിർത്തും. നിസ്കരിക്കാത്തവർ മുത്തഖീങ്ങളല്ല. ജീവിതത്തിൽ ഒരു വക്ത് നിസ്കാരം പോലും നമ്മൾ നഷ്ടപ്പെടാൻ പാടില്ല. ഒരു വക്ത് നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയാൽ 6400 വർഷത്തോളം നരകത്തിൽ കിടക്കേണ്ടി വരും. എന്നാൽ 5 വക്ത് നിസ്കാരം കണക്കൂട്ടുമ്പോൾ 32,000 വർഷം, 32,000 വർഷം, 5 × 6 400 കണക്കൂട്ടുമ്പോൾ 32,000 വർഷം നരകത്തിൽ കിടക്കേണ്ട ഗതികേട് വരുമല്ലോ. എന്നാൽ മുത്തഖീങ്ങളെ അടയാളം എണ്ണിയെടുത്ത് നിസ്കാരം നിലനിർത്തണം എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ഖുർആനെ ചവിറ്റ് കൊട്ടയിലേക്ക് നമ്മൾ വലിച്ചെറിയാതെ നിസ്കാരത്തിൻ്റെ വക്താക്കളാവണേ. എന്നാൽ മൂന്നാമത്തെ അടയാളമാണ്, നമുക്ക് റബ്ബാണ് സമ്പത്ത് തരുന്നത്, ആ സമ്പത്തിൽ നമ്മൾ ചെലവഴിക്കണം. റബ്ബ് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അടുത്ത ആയത്ത് ഇൻഷാ അല്ലാഹ് പഠിക്കാം.